ശ്രീ മോഹൻ വർഗീസ്, ഈ ഭാരതത്തിൻ്റെ ടീം ഐതിഹാസികമായൊരു വിജയം ഏഷ്യാ കപ്പിൽ നേടുന്നു. അതിനുശേഷം ഈ ട്രോഫി വിതരണം ചെയ്യുന്ന അതിൻ്റെ സമാപന ചടങ്ങിൽ നടന്ന സംഭവങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഭാരതത്തിൻ്റെ ടീം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ്റെ കയ്യിൽ നിന്നും ആ ട്രോഫി വാങ്ങാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം പാകിസ്ഥാൻ്റെ ആഭ്യന്തര മന്ത്രിയാണ്. ഇത് നേരത്തെ തന്നെ ഈ കീ പൊസിഷനിൽ പാകിസ്ഥാൻ്റെ മന്ത്രിയെ കൊണ്ടിരുത്തിയതിൽ BCCIക്കും മറ്റും അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രോഫി ഏറ്റുവാങ്ങാത്ത ഭാരതത്തിൻ്റെ ആ ധീരമായ നീക്കത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാന്റെ കയ്യിൽ നിന്നും ട്രോഫി അദ്ദേഹത്തിന്റെ പ്രസൻസിൽ ആ വേദിയിൽ വരാൻ പോലും പാകിസ്ഥാൻ കൂട്ടാക്കിയില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇവിടെ ഒരു പാകിസ്ഥാന്റെ ഭാഗത്ത് നിഷേധാത്മകമായ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഭാരതം അതിന് ചേരുന്ന രീതിയിലുള്ള പ്രതികരണം കൊടുക്കുന്നു എന്ന് കാണാം. അത് മാത്രമല്ല, ഈ ഹസ്തദാന വിവാദം ഉൾപ്പെടെ ആദ്യം മുതൽ തന്നെ ഏഷ്യ കപ്പിന്റെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായിരുന്നു. ഭാരതം എന്താണോ പാകിസ്ഥാനോട് എടുക്കുന്ന നിലപാട്, സഹിഷ്ണുതാപരമായ നിലപാട് എടുക്കുമ്പോഴും അതിർത്തി കടന്നു വരുന്ന ഭീകരത, അത് ഭാരതത്തിന്റെ സ്വച്ഛന്തമായ ജീവിതത്തിന് അത് വലിയ രീതിയിലുള്ള കുടുംബങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇറ്റ് ഇസ് നോട്ട് എ വൺ ടൈം അഫെയർ. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന് തീർച്ചയായും പാകിസ്ഥാൻ ടീമുമായി കളിക്കളത്തിൽ പോലും ഹസ്തദാനം ചെയ്യാൻ ആവില്ല എന്ന ഒരു നിലപാടാണ് ഭാരതത്തിന്റെ ടീം അംഗങ്ങൾ എടുത്തത്. സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റനും ടീം അംഗങ്ങളും കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ്. അത് ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ്. അതായത് നയതന്ത്രപരമായ ബന്ധങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടില്ല. കായിക ഇനം എന്ന് പറയുമ്പോൾ അത് ഔപചാരികതയുടെ പേരിൽ അങ്ങനെ വരുന്ന കളികൾ കളിക്കാതിരിക്കാനാവില്ല. പക്ഷെ കളിക്കളത്തിൽ മിതത്വം പാലിക്കുകയും പരസ്പരമുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും നേരിട്ടുള്ള ഹസ്തദാനങ്ങളും കോൺടാക്റ്റുകളും ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഒരു നയം സ്വീകരിക്കുന്നു ഭാരതം. അതുകൊണ്ടാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് കപ്പാണ്. 9 തവണ അടുപ്പിച്ച് ഭാരതം ജയിക്കുകയാണ്. 9ാം തവണ ഭാരതം ഏഷ്യ കപ്പ് വിജയിയായി മാറുകയാണ്. പാകിസ്ഥാൻ കേവലം 2 പ്രാവശ്യം മാത്രമാണ് ഏഷ്യ കപ്പ് വിജയിച്ചത്. അപ്പോൾ അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ ട്രോഫി ഏന്തി നിൽക്കുന്ന ഭാരതത്തിന്റെ വിഷ്വൽസ്, ഒപ്റ്റിക്സ്, അതെല്ലാം വലിയ രീതിയിൽ രാജ്യത്തിന് പ്രചോദനം ആകേണ്ടതാണ്. പക്ഷേ പഹൽഗാം ആക്രമണത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും വളരെ സജീവമായി ജനമനസ്സുകളിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഒരു അന്തരീക്ഷം ഇന്ത്യ ആഗ്രഹിച്ചില്ല, ഇന്ത്യൻ ടീം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് കളിക്കളത്തിൽ തെളിയിക്കാനുള്ളത് തെളിയിച്ചു. പാകിസ്ഥാനെ 3 മത്സരങ്ങളിലും, ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം, പിന്നീട് ഈ സൂപ്പർ 4ലെ മത്സരം, ഇപ്പോൾ ഇതാ ഫൈനൽ മത്സരം, അങ്ങനെ 3 മത്സരങ്ങളും ഈ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനോട് 3 പ്രാവശ്യം മത്സരിച്ചപ്പോഴും ഇന്ത്യ ആധികാരികമായി വിജയിച്ചു. അത് കളിക്കളത്തിൽ തങ്ങളുടെ മികവ് തെളിയിച്ചു, പോരാട്ട വേദിയിൽ തങ്ങളുടെ മികവ് തെളിയിച്ചു. അത് മതിയാകും ഒരു സന്ദേശമായി എന്നതാണ് ഇന്ത്യയുടെ നയം. ഒപ്പം ശ്രീ മോഹൻ വർഗീസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മത്സരത്തിന് ശേഷം നടത്തിയിരിക്കുന്ന പ്രതികരണം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. അതായത് ഓപ്പറേഷൻ സിന്ദൂർ കളിക്കളത്തിലും എന്ന വാചകത്തോടു കൂടിയാണ് ഏഷ്യ കപ്പിലെ ഭാരതത്തിന്റെ ഈ ഒരു മികച്ച പ്രകടനത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കളിക്കളത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. ക്രിക്കറ്റ് ഈസ് എ ജെന്റിൽമാൻസ് ഗെയിം. ക്രിക്കറ്റ് മാത്രമല്ല, എല്ലാ കളികളും അതിൻ്റെതായ സ്പിരിറ്റിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതൊരു രാജ്യത്തിന്റെ മനസാക്ഷി തന്നെ മുറിപ്പെട്ടിരിക്കുന്നു. രാജ്യം വേദനിക്കുന്നു. അതുകൊണ്ട് അതിനൊരു കൃത്യമായ പരിഹാരമായിട്ടില്ല. യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള വേദികളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. തികച്ചും അവസരവാദപരമായ കൂട്ടുകെട്ടുകൾ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു. ഇവിടെ പാകിസ്ഥാനെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ജനത അവരുടെ രക്തം വീണിരിക്കുന്നു. ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ ജനതയുടെ രക്തം അതിർത്തി കടന്നു വരുന്ന ഭീകരതയുടെ കയ്യാൽ വീണിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനുമായി കളിച്ച് ജയിച്ച് ഹസ്തദാനം ചെയ്ത് അവരോടൊപ്പം ഒരുമിച്ച് നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുക? ഈ മരണപ്പെട്ട വീട്ടുകാരുടെ കുടുംബങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുക? അതുകൊണ്ടാണ് ഔപചാരികതയുടെ പേരിൽ കളിക്കുന്നു, കളി ജയിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നു. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും, ആ കൂടിവരവുകൾ, ഇതൊരു തരം പാർട്ടി തരം കൂടിവരവുകളാണ്. അങ്ങനെയുള്ള കൂടിവരവുകൾ പാടില്ല. അതുകൊണ്ടാണ് കളിക്കളത്തിലേക്കും ഓപ്പറേഷൻ സിന്ദൂർ വ്യാപിച്ചിരിക്കുന്നു.
ഏത് പോരാട്ടവും വിജയിക്കാനുള്ളതാണ് എന്ന പ്രധാനമന്ത്രിയുടെ ഒരു കായിക മത്സരവും പോരാട്ടം തന്നെയാണ്. പോരാട്ടങ്ങൾ വിജയിക്കാനുള്ളതാണ്. ഇന്ത്യ വിജയ പതാക നാട്ടുന്ന കളിക്കളത്തിലും കളിക്കളത്തിന് പുറത്തും പോരാട്ട വേദികളിലും ബാറ്റിൽ ഫീൽഡിലും ഇന്ത്യ വിജയക്കൊടി പാറിക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ടാണ് പരാജയപ്പെടാൻ വിസമ്മതിക്കുന്ന ഭാരതം വിജയത്തിൽ അഭിമാനിക്കുന്നു. അതേസമയം വിജയ നിമിഷങ്ങളിൽ ശത്രുവിന് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൈകൊടുക്കാനോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനോ തങ്ങൾക്ക് തയ്യാറല്ല. തങ്ങൾ ഇപ്പോഴും ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്പിരിറ്റ് തങ്ങൾ ഉൾക്കൊള്ളുന്നു. അത് രാജ്യത്തിനായി സമർപ്പിക്കുന്നു. ഈ ഒരു നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളിൽ കണ്ടത്.